കേരള ക്ഷേത്രങ്ങളും അവയുടെ ഐതിഹ്യങ്ങളിലൂടെയും പഴമയിലേക്കൊരു തിരിഞ്ഞുനോട്ടം. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീലോകാംബിക ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ വിഭാഗത്തിന്റെയും പരാശക്തി ഉപാസകരുടെയും കാളി ഭക്തരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളി രൂപത്തിൽ സപ്തമാതാക്കളോടൊപ്പം പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് വിശ്വാസം. കൊല്ലൂർ മൂകാംബിക, പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമാംബിക, കന്യാകുമാരി ബാലാംബിക എന്നിവയാണ് മറ്റു 3 ക്ഷേത്രങ്ങൾ. കേരളത്തിലെ മറ്റ് 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാകാളിയെ രഹസ്യ അറയിൽ പടിഞ്ഞാറ് ദർശനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മീനമാസത്തിലെ ഭരണി ഉത്സവം, മകരമാസത്തിലെ താലപ്പൊലി ഉത്സവം, കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ആഘോഷങ്ങൾ. ധാരാളം ഭക്തരാണ് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തീരാത്ത ദുരിതങ്ങളും മാറാ രോഗങ്ങളും കടുത്ത ആപത്തുകളും കൊടുങ്ങല്ലൂരമ്മ പരിഹരിക്കുമെന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. ശക്തി സ്വരൂപിണിയായും ഐശ്വര്യദായിനിയായും രോഗനിവാരണ ദേവിയായും അമ്മ അറിയപ്പെടുന്നു. അടികൾ എന്ന സമുദായക്കാരാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ. പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ദാരികൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. സഹികെട്ട പരശുരാമൻ ദാരികനെ വധിക്കാനായി മഹാദേവനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ ശ്രീകോവിൽ നിർമ്മിക്കുകയും ശക്തി ദേവിയായ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരികനെ വധിച്ചത് മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മമെടുത്ത ഭദ്രകാളിയുമാണെന്നുമാണ് ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം. ഇതുകൂടാതെ വേറൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ തുടക്കം പുരാതന കാലത്താണ്. സംഘകാലഘട്ടത്തിലെ കണ്ണകിയുടെ സ്മരണയ്ക്കായാണ് ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. 1800 വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായും പറയുന്നു. കുലശേഖര രാജവംശത്തിന്റെ ഭരണകാലത്ത് തിരുവഞ്ചിക്കുളത്തിന്റെ തലസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവുമായിരുന്നു കൊടുംകാളിയൂർ. പിന്നീട് കൊടുംകാളിയൂർ എന്നതിൽ ലോപിച്ചാണ് കൊടുങ്ങല്ലൂർ എന്നായി മാറിയത്. വിശ്വാസപ്രകാരം ഇവിടെ മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ഇവിടെ കോഴികളെ ബലി കൊടുത്തിരുന്നു. പിന്നീട് കേരള സർക്കാർ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് നിരോധിച്ചു. അതിനാൽ ഇപ്പോൾ കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കും. കുംഭഭരണി മുതൽ മീനഭരണി വരെ നീണ്ട ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ബുദ്ധമതക്കാരെ ഒഴിവാക്കാൻ പണ്ട് ശാക്തി ആചാരം അനുസരിച്ചുള്ള പഞ്ചമകാര പൂജ നടന്നു അത്രേ. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഭരണിപ്പാട്ട് പാടിയിരുന്നതെന്നും പറയപ്പെടുന്നു. ആദ്യകാലത്ത് ദ്രാവിഡർ കാർഷിക വിളകൾ സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾ രോക്ഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. തിരുവോണ ദിവസം മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് പ്രധാനം. കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവങ്കോഴിയെ സമർപ്പിക്കും. രേവതി ദിവസം കളമെഴുത്തും പാട്ടുമാണ് ചടങ്ങ്. അശ്വതി നാളിൽ രാവിലെ 11 മണിക്ക് വടക്കേ നട അടച്ചുപൂട്ടി തൃച്ചന്ദന ചാർത്ത് നടത്തും. അതിനുശേഷം കോയ്മ പട്ടുകുട ഉയർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കും. ചെമ്പട്ട് ധരിച്ചും വാളും ചിലമ്പും പൂമാലയുമിട്ട കോമരക്കൂട്ടങ്ങൾ ഉറഞ്ഞു തുള്ളും. ഭക്തർ മുള കൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ ആഞ്ഞടിച്ചു പ്രദക്ഷിണം വെച്ച് നൃത്തം ചെയ്യും. തുടർന്ന് പ്രസാദമായ ഉണക്കച്ചെമ്മീനും വാങ്ങി മടങ്ങും. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നത്. ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ, കോഴിയെ നടക്കുവെക്കൽ, വാളും ചിലമ്പും സമർപ്പണം, രോഗശാന്തിക്ക് മഞ്ഞളും കുരുമുളകും അഭിഷേകം തുടങ്ങി ഇവിടുത്തെ പല വഴിപാടുകളും പ്രസിദ്ധമാണ്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ ചരിത്രം ഇങ്ങനെ നീളുന്നു. അടുത്ത ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവുമായി വീണ്ടും കാണാം. You are watching India's first NGO television, Malanadu TV India.